പുതിയൊരു ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹവാർഡ് ഗാർണറുടെ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആണ്. The theory of multiple intelligence was developed in 1983 by Dr. Howard Gardner. Gardner introduced the theory in his book Frames of Mind. 1983 ഡോക്ടർ ഹവാർഡ് ഗാർണർ ആണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ഡെവലപ്പ് ചെയ്യുന്നത്. അദ്ദേഹം തൻ്റെ ബുക്കായ ഫ്രെയിംസ് ഓഫ് മൈൻഡിലൂടെയാണ് ഈ ഒരു തിയറിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹി സജസ്റ്റ് ദാറ്റ് ഈച്ച് individual possesses at least 7 such relatively independent mental abilities and intelligence. താരതമ്യേന സ്വതന്ത്രമായ 7 മാനസിക കഴിവുകളോ ബുദ്ധിയോ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. The first two are one that have been typically valued in school. ആദ്യത്തെ 2 സ്കൂൾ കാലഘട്ടത്തിൽ നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റാവുന്നവയാണ്. The next 3 are usually associated with arts. അടുത്ത 3 ആർട്ടുമായിട്ട് അസോസിയേറ്റഡ് ആണ്. The final 2 are Howard Gardner called personal intelligence. അവസാന 2 അദ്ദേഹം വിളിക്കുന്നത് പേഴ്സണൽ ഇൻ്റലിജൻസ് എന്നാണ്. ഇതാണ് ഡോക്ടർ ഹവാർഡ് ഗാർണർ. ഇനി അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഇൻ്റലിജൻസ് ഈസ് എ ബയോസൈക്കോളജിക്കൽ പൊട്ടൻഷ്യൽ ടു പ്രോസസ് ഇൻഫോർമേഷൻ that can be activated in a cultural setting to solve problems or create products that are of value in a culture. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ ഒരു സംസ്കാരത്തിൽ വളരെ വാല്യുബിളായ വളരെ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുന്നതിനോ ഒരു സാംസ്കാരികമായ പശ്ചാത്തലത്തിൽ സജ്ജമാക്കുന്ന ഇൻഫോർമേഷൻസ് വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള ഒരു ബയോസൈക്കോളജിക്കൽ ശേഷിയെയാണ് എന്ത് പറയുന്നത് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ 9 ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ്. ഇവയോരോന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നോക്കാം. അതിലെ ഫസ്റ്റ് ആണ് വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇൻ്റലിജൻസ്, ശാരീരിക ചലനപരമായ ബുദ്ധി. ഇറ്റ് ഈസ് എ എബിലിറ്റി ടു പെർസീവ് ദ വിഷ്വൽ. വിഷ്വലിനെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണിത്. ലേണേഴ്സ് ഹു പൊസസ് ദിസ് അറ്റ് എ ഹയർ ലെവൽ ടു ടെൻഡ് ടു തിങ്ക് ഇൻ ടേംസ് ഓഫ് പിക്ചേഴ്സ് ദേ ക്യാൻ ക്രിയേറ്റ് വിവിഡ് മെൻ്റൽ ഇമേജസ് ടു റീറ്റെയിൻ ഇൻഫർമേഷൻ. ഈ ഒരു ഇൻ്റലിജൻസ് നല്ല ഹൈയിലുള്ള പഠിതാക്കൾ എപ്പോഴും ചിത്രങ്ങളുടെ കാര്യത്തിൽ ചിന്തിക്കാൻ പ്രവണത കൂടുതൽ കാണിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഇവരുടെ വിവരങ്ങൾ ഇവരെ നിലനിർത്തുന്നത് റീറ്റെയിൻ ചെയ്യുന്നത് മെൻ്റൽ ഇമേജസ് ആണ്. ഇവരെപ്പോഴും മെൻ്റൽ ഇമേജസ് വഴിയാണ് ഇൻഫോർമേഷൻസ് ഇങ്ങനെ റീറ്റെയിൻ ചെയ്യുന്നത്. ഇവർക്കുള്ള സ്കില്ലുകൾ സ്റ്റഡിങ് ചാർട്ട്സ് ആൻഡ് ഗ്രാഫ്സ്, പെയിൻറ്റിങ്, സ്കെച്ചിങ്, ഇതൊക്കെ ഇവരുടെ സ്കില്ലുകളാണ്. ഈ പോസിബിൾ ആയിട്ടുള്ള കരിയേഴ്സ് വിഷ്വൽ ആർട്ടിസ്റ്റ്, ഇൻവെൻറ്റേഴ്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, എൻജിനീയേഴ്സ്, ഇതൊക്കെ ഇവർക്ക് ആപ്റ്റായിട്ടുള്ള കരിയേഴ്സാണ്. നെക്സ്റ്റ് ആണ് വിഷ്വൽ ഓർ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, ഭാഷാപരമായ ബുദ്ധി. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു യൂസ് വേർഡ്സ് ആൻഡ് ലാംഗ്വേജ്. വാക്കുകളും ഭാഷയും ഉപയോഗിക്കാനുള്ള കഴിവാണിത്. ലേണേഴ്സ് ഹൂ ആർ ഹൈ ഇൻ ദിസ് ഹാവ് highly developed auditory skills and are generally elegant speakers. ഈ ഒരു കാറ്റഗറിയിലുള്ള പഠിതാക്കൾ എപ്പോഴും നല്ലൊരു ഓഡിറ്ററി സ്കില്ല് അവരെപ്പോഴും ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നല്ല എലഗൻ്റ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് ആയിരിക്കും ഇവർ. ദേ തിങ്ക് ഇൻ വേർഡ്സ് റാദർ ദാൻ പിക്ചേഴ്സ്. ഈ ഒരു കാറ്റഗറിയിലുള്ളവരെപ്പോഴും ചിത്രങ്ങളേക്കാൾ വാക്കുകളിൽ ചിന്തിക്കുന്നവരായിരിക്കാം. ഇവരുടെ സ്കില്ലുകൾ ലിസണിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്, സ്റ്റോറി ടെല്ലിംഗ്, ഇതൊക്കെ ഇവർക്കുള്ള സ്കില്ലുകളാണ്. ആപ്റ്റായിട്ടുള്ള കരിയേഴ്സ് പോയറ്റ്സ്, ജേർണലിസ്റ്റ്, റൈറ്റർ, ടീച്ചർ, ലോയർ, പൊളിറ്റീഷ്യൻ, ഇതൊക്കെ ഇവർക്ക് ആപ്റ്റായിട്ടുള്ള കരിയേഴ്സാണ്. നെക്സ്റ്റ് ആണ് ലോജിക്കൽ ഓർ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, യുക്തി ചിന്താപരവും
ഗണിതപരവുമായ ബുദ്ധി. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു യൂസ് റീസൺ, ലോജിക് ആൻഡ് നമ്പേഴ്സ്. ഈ ഒരു കാറ്റഗറിയിലുള്ളവർ അവർക്കെപ്പോഴും നല്ല യുക്തിപരമായും അല്ലെങ്കിൽ നല്ല റീസണും നമ്പേഴ്സിനെ കുറിച്ചുള്ള നല്ലൊരു അറിവും എബിലിറ്റിയും നന്നായി കൂടുതലുള്ള വ്യക്തികളായിരിക്കും. ഈ ഒരു കാറ്റഗറിയിൽ വരുന്നവർ എപ്പോഴും യുക്തിപരമായും അതുപോലെ തന്നെ അക്കങ്ങളെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നന്നായി ചിന്തിക്കാൻ കഴിവുള്ളവരാണ്. The learners who are high in this think conceptually in logical and numerical patterns, making connection between pieces of information. ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന പഠിതാക്കൾ ആശയപരമായും യുക്തിസഹമായും അതുപോലെ തന്നെ സംഖ്യാശാസ്ത്രപരമായും പാറ്റേണുകളിലാണെങ്കിലും നന്നായി ചിന്തിക്കുന്നവരായിരിക്കാം. അതുപോലെ തന്നെ എന്ത് വിവരങ്ങളും ക്കിടയിലും ഇവരൊരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ്. അപ്പോൾ ഇവരെപ്പോഴും കണക്റ്റഡായിട്ട് ചിന്തിക്കുന്നവരാണ്. ഓൾവേസ് ക്യൂരിയസ് അബൌട്ട് ദ വേൾഡ് അറൗണ്ട് ദം. ഇവരെപ്പോഴും ചുറ്റുള്ള ലോകത്തെക്കുറിച്ച് എപ്പോഴും ക്യൂരിയസാണ്, ഭയങ്കര ജിജ്ഞാസയാണ് ഇവർക്ക്. ദീസ് ലേണേഴ്സ് ആസ്ക് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ലൈക്ക് ടു ഡു എക്സ്പെരിമെൻറ്റ്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരും അതുപോലെ തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്നവരുമാണ് ഈ ഒരു ഇൻ്റലിജൻസ് നന്നായുള്ള വ്യക്തികൾ. ഇവർക്ക് വരുന്ന സ്കിൽസ് പ്രോബ്ലം സോൾവിങ്, ക്ലാസിഫൈങ്, ഇതൊക്കെ ഇവരുടെ സ്കിൽസാണ്. ഇവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള കരിയേഴ്സ് എന്ന് പറയുന്നത് എൻജിനീയേഴ്സ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ്, റിസർച്ചേഴ്സ്, അക്കൗണ്ടൻറ്റ്, മാത്തമാറ്റീഷ്യൻ, ഇതൊക്കെ ഇവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള കരിയേഴ്സാണ്. നെക്സ്റ്റ് വൺ, ബോഡിലി ഓർ കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ്. ശാരീരിക ചലനപരമായ ബുദ്ധി. It is the ability to control body movements and handle objects skillfully. ശരീരത്തിൻ്റെ ചലനങ്ങൾ നല്ല രീതിയിൽ നിയന്ത്രിക്കാനും വസ്തുക്കളെ വിദഗ്ധമായി കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവാണിത്. The learners who are high in this express themselves through movement. ഇവരെന്ത് കാര്യങ്ങളും എങ്ങനെയാണ് സ്വയം പ്രകടിപ്പിക്കുന്നത്? മൂവ്മെൻറ്റുകളിലൂടെ ആണ് ഇവർ കൂടുതലും പ്രകടിപ്പിക്കുന്നത്. They have a good sense of balance and eye-hand coordination. ഇവർക്ക് നല്ല സെൻസ് ഓഫ് ബാലൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഐ ഹാൻഡ് കോർഡിനേഷനും നല്ല രീതിയിലുള്ളവരാണ്. They interacting with the space around them. They are able to remember and process information. ഇവർ ചുറ്റുമുള്ള സ്ഥലങ്ങളായി ഇടപഴകുന്നതിലൂടെയാണ് വിവരങ്ങൾ ഓർമ്മിക്കുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും. അതിനുള്ള കഴിവ് അവർക്ക് കുറച്ച് കൂടുതലാണ്. ഇവർക്കുള്ള സ്കില്ലുകൾ ഡാൻസിങ്, ഫിസിക്കൽ കോഓർഡിനേഷൻ, സ്പോർട്സ്, ക്രാഫ്റ്റ്, ആക്ടിങ്, ഇതൊക്കെ വരെ സ്കില്ലുകളാണ്. ഇനി ഇവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള കരിയേഴ്സ് എന്ന് പറയുന്നത് അത്ലറ്റ്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ്, ഡാൻസേഴ്സ്, ആക്ടേഴ്സ്, ഇതൊക്കെ ഇവർക്ക് പോസിബിൾ ആയിട്ടുള്ള കരിയേഴ്സാണ്. നെക്സ്റ്റ് വൺ, മ്യൂസിക്കൽ ഓർ റിതമിക്കലി ഇൻ്റലിജൻസ്. സംഗീതപരമായ ബുദ്ധി. It is the ability to produce and appreciate knowledge. സംഗീതം നിർമ്മിക്കാനും ആനന്ദിക്കാനുള്ള ഒരു കഴിവാണ്. These musically inclined learners think in terms of sounds, rhythm and patterns. ഇവരെപ്പോഴും ഇവർ ഓൾറെഡി സംഗീതപരമായ ചായ്വുള്ളവരാണ്. അപ്പോൾ ഇവരെങ്ങനെയാണ് ഈ പഠിതാക്കൾ കൂടുതലും ശബ്ദങ്ങൾ, താളങ്ങൾ, പാറ്റേണുകൾ, ഇതൊക്കെയാണ് ഇവർ കണക്കിലെടുക്കുന്ന കാര്യങ്ങൾ. They spontaneously respond to music either by appreciating or criticizing what they hear. ഇവർ കേൾക്കുന്നതിനെ ആനന്ദിക്കുകയോ വിമർശിക്കുകയോ ചെയ്തുകൊണ്ട് അവർ അങ്ങനെയാണ് സംഗീതത്തിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇവർക്കുള്ള സ്കില്ലുകൾ സിംഗിങ്, വിസലിംഗ്, പ്ലേയിങ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, റെക്കഗ്നൈസിങ് ടോണൽ പാറ്റേൺസ്, ഇതൊക്കെ ഇവരുടെ സ്കില്ലുകളിൽ പെട്ടതാണ്. ഈ പോസിബിൾ ആയിട്ടുള്ള കരിയേഴ്സ് എന്ന് പറയുന്നത് മ്യൂസിഷ്യൻ, സിംഗർ, കമ്പോസേഴ്സ്, ഇതൊക്കെ ആപ്റ്റായിട്ടുള്ള കരിയേഴ്സാണ്. നെക്സ്റ്റ് വൺ, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. വ്യക്തിയാനന്തര ബുദ്ധി. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ്, ഇൻ്ററാക്ട് വിത്ത് ദം ആൻഡ് എസ്റ്റാബ്ലിഷ് പ്ലസൻറ്റ് റിലേഷൻഷിപ്പ്. മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരുമായി സംബന്ധിക്കുവാനും സന്തോഷകരമായ ഒരു ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു കഴിവാണിത്. Such learners try to
see things from other people's point of view in order to understand how they think and feel. ഈ പഠിതാക്കൾ, ഇത്തരത്തിലുള്ള പഠിതാക്കൾ മറ്റുള്ളവരുടെ വീക്ഷണകോണിൽ നിന്ന് കാര്യങ്ങൾ കാണാനും അവരെങ്ങനെ ചിന്തിക്കുന്നുവെന്നും മനസ്സിലാക്കുന്നുവെന്നൊക്കെ അതൊക്കെ മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നു. സാധാരണയായി ജനറലി ദേ ട്രൈ ടു മെയിൻറ്റെയിൻ പീസ് ഇൻ ഗ്രൂപ്പ് സെറ്റിംഗ് ആൻഡ് എൻകറേജ് കോഓപ്പറേഷൻ. ഒരു സാധാരണ ഇവരുടെ ഒരു കഴിവെന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് സെറ്റിങ്ങിൽ എപ്പോഴും സമാധാനം മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ തന്നെ കോഓപ്പറേഷൻ എപ്പോഴും ഇവർ എൻകറേജ് ചെയ്യും. ദേ യൂസ് ബോത്ത് വെർബൽ ആൻഡ് നോൺ വെർബൽ ലാംഗ്വേജ് ടു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ചാനൽ വിത്ത് അതേഴ്സ്. ഒരു ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ മോഡിലാണെങ്കിൽ ഇവർ ചിലപ്പോൾ വെർബലായിട്ടും നോൺ വെർബലായിട്ടുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നവരാണ്. ഇവർക്കുള്ള സ്കിൽസ് പേഷ്യൻ്റ് ലിസണിങ്, അതുപോലെ തന്നെ എംഫതൈസിങ്, അണ്ടർസ്റ്റാൻഡിങ് അതർ പീപ്പിൾസ് മൂഡ്സ് ആൻഡ് ഫീലിങ്സ്, ഇതൊക്കെ ഇവരുടെ സ്കിൽസാണ്. ഇനി ഇവർക്ക് ആപ്റ്റായിട്ടുള്ള കരിയേഴ്സ് കൗൺസിലർ, സെയിൽസ് പേഴ്സൺ, പൊളിറ്റീഷ്യൻ, ബിസിനസ് പേഴ്സൺ, ഇതൊക്കെയാണ് ആപ്റ്റായിട്ടുള്ള കരിയേഴ്സ്. നെക്സ്റ്റ് വൺ, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്, ആന്തരിക വ്യക്തിയന്തിക ബുദ്ധി. It is the ability to self-respect and be aware of one's inner state of being. സ്വയം പ്രതിഫലിക്കാനുള്ള ഒരു കഴിവാണിത്. അതായത് ഒരാളുടെ ആന്തരികമായ അവസ്ഥയെ കുറിച്ച് സ്വയം ബോധവാനാകും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The learners having high intrapersonal intelligence try to reflect upon their inner feelings, dreams, relationship with others, strength and weakness. Thus they will develop healthy self-concept. ഇവരെ ഈ ഒരു ബുദ്ധി കൂടുതലുള്ള പഠിതാക്കൾ ആണെങ്കിൽ ഇവർക്ക് ഇവരുടെ ആന്തരികമായ സ്വപ്നങ്ങൾ, വികാരങ്ങൾ, മറ്റുള്ളവരായിട്ടുള്ള റിലേഷൻഷിപ്പ്, അവനാൻ്റെ തന്നെ സ്ട്രെങ്ത് എന്താ, വീക്ക്നെസ് എന്താ, ഇവയൊക്കെ എന്താണെന്ന് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കും. അതുവഴിയാണ് ഇവർ നല്ലൊരു കോൺസെപ്റ്റ്, സങ്കല്പം, സെൽഫ് കോൺസെപ്റ്റ് ഇവർ അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ഇവർക്ക് ആപ്റ്റായിട്ടുള്ള സ്കിൽസ് എന്ന് പറയുന്നത് റെക്കഗ്നൈസിങ് ദെയർ ഓൺ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, റിഫ്ലക്റ്റിംഗ് ആൻഡ് അനലൈസിങ് ദംസെൽസ്, എക്വയറിങ് അവെയർനെസ് ഓഫ് ദെയർ ഇന്നർ ഫീലിങ്സ്, ഇതൊക്കെയാണ് ഇവരുടെ സ്കില്ലുകളിൽ പെടുന്നത്. ഇനി പോസിബിൾ ആയിട്ടുള്ള കരിയേഴ്സ് എന്ന് പറയുന്നത് റിസർച്ചേഴ്സ്, തിയററ്റിസ്റ്റ്, ഫിലോസഫേഴ്സ്, ഇവരൊക്കെ ഈ കാറ്റഗറിയിൽ പെടുന്ന ഇൻ്റലിജൻസ് ഉള്ളവരാണ്. ഇനി ഗാർഡ്നർ 1999 2 ഇൻ്റലിജൻസ് കൂടി ഇതിൽ കൂട്ടിച്ചേർത്തു. ഇനി അവ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്, പ്രകൃതിപരമായ ബുദ്ധി. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു റെക്കഗ്നൈസ് ആൻഡ് ക്യാരക്ടറൈസ് പ്ലാന്റ്സ്, എനിമൽസ് ആൻഡ് അതർ ഒബ്ജക്ട്സ് ഇൻ നേച്ചർ. പ്രകൃതിയിലെ സസ്യങ്ങളെയും മൃഗങ്ങളെയും മറ്റു വസ്തുക്കളെയും തിരിച്ചറിയാനും തരംതിരിക്കാനുമുള്ള ഒരു കഴിവാണ്. ഫാമേഴ്സ്, ഗാർഡനേഴ്സ്, ബൊട്ടാണിസ്റ്റ്, ജിയോളജിസ്റ്റ്, ആർക്കിയോളജിസ്റ്റ് ഓൾ എക്സിബിറ്റ്സ് ദിസ് ഇൻ്റലിജൻസ്. ഇവരൊക്കെ ഈ കാറ്റഗറി, ഈ പറഞ്ഞവർ മുഴുവൻ എന്താണ്, ഈ ഒരു ഇൻ്റലിജൻസിനെ ഈ ഒരു ഇൻ്റലിജൻസ് ഉള്ളവരാണ്. അപ്പോൾ അവരുടെ സ്കിൽസ് എന്ന് പറയുന്നത് ക്ലോസ്ലി ഒബ്സർവിങ് ഓൾ ദ നേച്ചർ ഫിനോമിന ഇൻ ദ ഇമ്മീഡിയറ്റ് എൻവിയോൺമെൻറ്റ് ഇൻ ഡിസ്റ്റൻറ്റ് പ്ലേസസ്. ഇത്തരത്തിലുള്ളവരെ എന്താ പറയുക, പരിസ്ഥിതിയിൽ അവനാൻ്റെ അടുത്തുള്ളതാണെങ്കിലും അകലെയാണെങ്കിലും ഈ നേച്ചറിലുള്ള ഓരോ കാര്യങ്ങളെയും വളരെ മൈന്യൂട്ടായിട്ട് ഒബ്സർവ് ചെയ്യുന്നവരാണ്. ഇതാണ് ഇവരുടെ സ്കില്ലെന്ന് പറയുന്നത്. പോസിബിൾ ആയിട്ടുള്ള കരിയേഴ്സ് എന്ന് പറയുന്നത് ബൊട്ടാണിസ്റ്റ്, ഗാർഡനർ, ജിയോളജിസ്റ്റ്, ആർക്കിയോളജിസ്റ്റ്, ഇതൊക്കെയാണ് പോസിബിൾ ആയിട്ടുള്ള കരിയർ എന്ന് പറയുന്നത്. അടുത്തത് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്, അതായത് അസ്തിത്വപരമായ ബുദ്ധി. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു റേസ് ആൻഡ് റിഫ്ലക്റ്റ് ഓൺ ഫിലോസോഫിക്കൽ ക്വസ്റ്റ്യൻസ് എബൌട്ട് ലൈഫ്, ഡെത്ത് ആൻഡ് അൾട്ടിമേറ്റ് റിയാലിറ്റീസ്. അതായത് ജീവിതം, മരണം, ആധ്യാത്മികമായ യാഥാർത്ഥ്യങ്ങൾ എന്നിവയൊക്കെ കുറിച്ചുള്ള വളരെ തത്വശാസ്ത്രപരമായ ചോദ്യങ്ങൾ ഉന്നയിക്കാനും പ്രതിഫലിക്കാനുള്ള ഒരു കഴിവാണ്. അത് സന്യാസിമാർ, അതുപോലെ തന്നെ റിലീജിയസ് പേഴ്സൺ, അവരൊക്കെ അതിന് ആപ്റ്റായ വ്യക്തികളാണ്. ഇനി നമുക്ക്
എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Individuals should be encouraged to use their preferred intelligence in learning. ഓരോ വ്യക്തികൾക്കും ഓരോ പഠിതാക്കൾക്കും പഠനത്തിലെ ഇഷ്ടമുള്ള ബുദ്ധി ഉപയോഗിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കണം. Each individual may have in high quantity some specific intelligence, and if he gets a favorable environment and adequate training, he will go high in that area of activity. ഓരോ വ്യക്തിക്കും ഉയർന്ന അളവിൽ ചില പ്രത്യേക ബുദ്ധികൾ ഉണ്ടായിരിക്കും. അതിനനുകൂലമായ അന്തരീക്ഷവും അതിന് ആപ്റ്റായിട്ടുള്ള ഒരു പരിശീലനവും നൽകുകയാണെങ്കിൽ ആ ഒരു പ്രവർത്തന മേഖലയിൽ നല്ല ഉയർന്ന സ്ഥാനത്തേക്ക് അവർക്ക് എത്താൻ സാധിക്കും. ഇൻസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസ് ഷുഡ് അപ്പിയർ ടു ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഇൻ്റലിജൻസ്. ഓരോ ഇൻസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസ് എങ്ങനെയാണ്? വ്യത്യസ്ത രൂപത്തിൽ ഉള്ള ബുദ്ധിയിൽ ദൃശ്യമാവുന്ന രീതിയിൽ ആയിരിക്കണം. അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ഷുഡ് മെഷർ മൾട്ടിപ്പിൾ ഫോംസ് ഓഫ് ഇൻ്റലിജൻസ്. അതായത് വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ ഒന്നിലധികം രൂപത്തിലുള്ള ബുദ്ധിയെ അളക്കുന്ന രീതിയിലുള്ളവയായിരിക്കണം. ടീച്ചേഴ്സ് ഷുഡ് അറ്റൻഡ് ടു ഓൾ ഇൻ്റലിജൻസ്. അധ്യാപിക എല്ലാ ഇൻ്റലിജൻസിലും പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. കരിക്കുലം ഷുഡ് ബി മെയ്ഡ് ഫ്ലെക്സിബിൾ. പാഠ്യപദ്ധതി വളരെ വഴക്കമുള്ളതായിരിക്കണം. ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് in each activity should not be accepted from all students. അതായത് ഓരോ പ്രവർത്തനത്തിലും ഉയർന്ന നിലവാരമുള്ള പ്രകടനം എല്ലാ വിദ്യാർത്ഥികളിൽ നിന്നും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കരുത്. കാരണം ഓരോ കുട്ടികൾക്കും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ഉള്ളവരാണ്. അപ്പോൾ അവരെ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽ ബീയിങ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി നമുക്കിതിൻ്റെ ക്രിറ്റിസിസംസ് എന്താണെന്ന് നോക്കാം. Each of the specific form of intelligence seen by many as a cognitive style rather than a distant form. ബുദ്ധിശക്തിയുടെ ഓരോ നിർദ്ദിഷ്ട രൂപങ്ങളും ഒരു പ്രത്യേക രൂപത്തേക്കാൾ ഒരു വൈജ്ഞാനിക ശൈലിയായിട്ടാണ് പലരും കാണുന്നത്. If there are 9 types of intelligence, each of them must be able to be tested with 9 specific tests. അതായത് 9 തരം ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ ഓരോരുത്തർക്കും 9 നിർദ്ദിഷ്ട ടെസ്റ്റുകളാകാൻ കഴിയണം. നെക്സ്റ്റ് പറയുന്നത് തേഴ്സ്റ്റൺസ് തിയറി ദാറ്റ് എലുസിഡേറ്റ്സ് ദാറ്റ് ഹ്യൂമൻ ഇൻ്റലിജൻസ് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് ബൈ എ സിംഗിൾ ഫാക്ടർ. തേഴ്സ്റ്റൺ അദ്ദേഹത്തിൻ്റെ തിയറിയിലൂടെ ക്രിറ്റിസിസായിട്ട് പറയുന്നത് മനുഷ്യബുദ്ധിയെ ഒരൊറ്റ ഘടകത്തിലൂടെ ഒരിക്കലും വിശദീകരിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയെക്കുറിച്ചാണ്. ഹവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയെക്കുറിച്ചാണ്. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു.